പരിശുദ്ധ റമളാൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷെ നമ്മൾ വൃത്തിയാക്കുന്ന നമ്മുടെ ഭവനങ്ങളൊക്കെ വൃത്തിയാക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദാരിദ്ര്യം നമ്മളിലേക്ക് കടന്നു വരുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങൾ വൃത്തിയാക്കിയാൽ അല്ലാഹു സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കുന്നതാണ്, അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അടിച്ചു വാരുമ്പോൾ, നമ്മുടെ ഭവനങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടിച്ചു വാരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. പരിശുദ്ധ റമളാൻ നമ്മളെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്യപ്പെടുന്ന റമളാനാണ് അല്ലേ? ഈ റമളാൻ നമ്മുടെ വീടുകൾ നമ്മൾ വൃത്തിയാക്കണം. എല്ലാവരും നമ്മുടെ ശരീരങ്ങളും വസ്ത്രങ്ങളും ഭവനങ്ങളെല്ലാം നമ്മൾ വൃത്തിയാക്കണം. അതിന്റെ മുന്നോടിയായി വൃത്തിയാക്കാനും പരിസരങ്ങൾ ഒന്നുകൂടി ഭംഗികൂട്ടാനും ഒക്കെ തുടങ്ങിയെന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ഭവനത്തിൽ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരികയില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വീടെപ്പോൾ നമ്മൾ വൃത്തിയാക്കണം. അത് റഹ്മത്തിന്റെ മാലാഖമാർ കടന്നു വരേണ്ടിയുള്ളതാണ് നമ്മുടെ ഭവനങ്ങൾ. ആ ഭവനങ്ങളിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ കടന്നു വരുമ്പോൾ ആ ഭവനവാസികൾക്കും ആ ഭവനത്തിലുള്ളവർക്കും അല്ലാഹു ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. നാം വീട് വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം കുന്നുകൂടുന്നതാണ്. പടച്ചോങ്കുമാറാകട്ടെ. ചിലരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ചില ഭവനങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നല്ല രീതിയിൽ അടിച്ചു വാരും. എന്നിട്ടോ അവസാനം മൊത്തത്തിൽ അടിച്ചു വാരി വൃത്തിയായി ഒരു മൂലയിൽ കൊണ്ടുപോയി കൂട്ടിവെക്കും. എന്നിട്ട് വിചാരിക്കും നാളെ അത് വാരിക്കളയാമെന്ന്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ പ്രവണത നിങ്ങളെ വീട്ടിൽ ദാരിദ്ര്യം കടന്നു വരാൻ ഒരു കാരണമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഇന്ന് മുതൽ നിങ്ങൾ അടിച്ചു വാരി ഒരു ഭാഗത്ത് വെക്കാൻ പാടില്ല. അത് ദാരിദ്ര്യം കടന്നു വരുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭവനങ്ങളെയും ഞങ്ങളെ ബന്ധുക്കൾ, നിങ്ങളോട് സ്നേഹമുള്ളവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾ നീ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ദുആ ചെയ്യാൻ പഠിച്ചവനെ, നീ ദാരിദ്ര്യത്തിൽ ഞങ്ങളെ കാക്കണേ. അപ്പൊ ദാരിദ്ര്യം വരുന്ന വഴികൾ നമ്മൾ ഉപേക്ഷിക്കുക. ഒന്ന് അടിച്ചു വാരി മൂലയിൽ വെക്കരുത്. അതുപോലെ നമ്മുടെ ഭവനം എപ്പോഴും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കപ്പെടണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ആ ഭവനത്തിൽ ചെയ്യപ്പെടേണ്ടിയുള്ളതാണ്. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. സർവ്വ മുസീബത്ത്, ആപത്തുകൾ, രോഗങ്ങൾ, അപകടങ്ങൾ, മരണങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെയൊക്കെ നീ കാക്കണേ പടച്ചവനെ. അപ്പോൾ എപ്പോഴും നമ്മുടെ ഭവനം വൃത്തിയാക്കി വെക്കുക. അതുപോലെ തന്നെ ചിലർ വീട്ടിൽ മാറാൻ അടിക്കില്ല അല്ലേ? ചിലന്തിവല അടിക്കാറില്ല. അങ്ങനെ നിങ്ങൾ അടിക്കാതിരുന്നാൽ, മാറാല അടിക്കാത്ത വീട്ടിലതാ ചിലന്തിവല അടിക്കാത്ത വീട്ടിൽ ദാരിദ്ര്യം കടന്നു വരുന്നതാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അപ്പൊ ചിലന്തിവലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ചു കളയുക, അതൊക്കെ മാറ്റുക. മാറാലയൊക്കെ നമ്മൾ മാറ്റിവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭവനങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മഹദിയായ ഉമ്മു ഹുബൈറ റളിയല്ലാഹു അൻഹാ, മഹദി അവരുടെ മുന്നിൽ ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ടുവന്ന് പറയുകയാണ്, അല്ലയോ മഹദി അവர்களെ, ദാരിദ്ര്യം വിട്ടുമാറുന്നില്ല. എന്നും രോഗവും അതുപോലെ തന്നെ വലിയ വിഷമവും പ്രയാസങ്ങളുമാണ്. സുബ്ഹാനല്ലാഹ്, ദാരിദ്ര്യം വിട്ടുമാറുന്നില്ല. എന്നാൽ ആ പെണ്ണിനെ കണ്ടാൽ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള പെണ്ണാണ്. മഹദി അവர்கள் ചോദിച്ചു, ഞാൻ നിന്റെ വീട്ടിലേക്ക് കടന്നു വരട്ടെ? അങ്ങനെ രണ്ടുപേരും കൂടി ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്നു. സുബ്ഹാനല്ലാഹ്, ആ വീട്ടിലേക്ക് വലത് കാലെടുത്ത് വെച്ച് എന്നിട്ട് പെട്ടെന്ന് മഹദി അവர்கள் തിരിച്ചു നടന്നു. എന്നിട്ട് പറയുകയാണ്, നീ മാത്രം കുളിച്ച് വൃത്തിയായാൽ പോരാ, നിന്റെ ഭവനം കൂടി നീ നല്ല രീതിയിൽ വൃത്തിയാക്കണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ മുഅ്മിനീങ്ങളെ, നീ മാത്രം ഇങ്ങനെ വൃത്തിയായാൽ പോരാ, നിന്റെ ഭവനം കൂടി നീ നല്ല രീതിയിൽ വൃത്തിയാക്കണം. നല്ലതുവണ്ണം അടിച്ചു വാരി വൃത്തിയാക്കണം. അതുപോലെ തന്നെ വീട് നല്ല ഭംഗിയോടുകൂടി നീ സൂക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്, നമ്മളെ വീട് ചെറുതായിക്കോട്ടെ വലുതായിക്കൊള്ളട്ടെ, അത് എത്ര ഇങ്ങനെയുള്ളതാണെങ്കിലും അത് വൃത്തിയോടുകൂടി നമ്മൾ സൂക്ഷിച്ചു വെക്കുക. സൂക്ഷിക്കുക, അവിടെയാണ് വൃത്തിയായി നമ്മൾ അടിച്ചുവാരി തോത്ത് വൃത്തിയായി നമ്മൾ സൂക്ഷിക്കുക. അങ്ങനെ മഹദി അവர்கள் ആ സ്ത്രീയോട് ഉപദേശിക്കുകയാണ്. അങ്ങനെ മഹദി അവர்கள் തിരിച്ചുപോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പെണ്ണ് വന്നിട്ട് പറയുകയാണ്, എന്റെ സങ്കടങ്ങൾ മാറി, അൽഹംദുലില്ലാഹ്,
എന്റെ ഭവനത്തിൽ ദാരിദ്ര്യമില്ല, എന്റെ വിഷമങ്ങൾ മാറി, എന്റെ സങ്കടങ്ങൾ മാറി, എന്റെ ബുദ്ധിമുട്ടുകൾ മാറി, എനിക്കിപ്പോൾ സന്തോഷമാണ്. അങ്ങനെ മഹദിവറുകൾക്ക് ചോദിച്ചു, ഒന്നുകൂടി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ? അങ്ങനെ അവർ ആ വീട്ടിലേക്ക് മഹദിവർ കടന്നു ചെല്ലുമ്പോൾ നല്ല വൃത്തിയോടെയും ശുദ്ധിയോടെയും ആ ഭവനം സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഒരുപാട് പേര് പറയാറുണ്ട്, ഉസ്താദേ ജീവിതത്തിൽ പല പല പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെയാണ് ഉസ്താദ് എന്ന് പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നിങ്ങളെ ഭവന നജീസിൽ നിന്ന് നിങ്ങൾ ആ ഭവനത്തെ സൂക്ഷിക്കപ്പെടണം. അതുപോലെ എപ്പോഴും വൃത്തിയായി നിങ്ങളെ ഭവനത്തിൽ സൂക്ഷിക്കപ്പെട്ടാൽ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരാനുള്ളതാണ്. അതുകൊണ്ട് റമദാൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാൻ 2-3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നല്ലവണ്ണം നിങ്ങളുടെ ഭവനങ്ങൾ വൃത്തിയാക്കണം. ഐശ്വര്യങ്ങളുടെ കവാടങ്ങൾ അല്ലാഹു വിശാലമാക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളും വൃത്തിയാവണം. ഒരു പെണ്ണ് ഉമർ ഖത്താബ് തങ്ങൾ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുകയാണ്, ഉമർ ഖത്താബ് തങ്ങളെ, എന്റെ ഭർത്താവിന് ഒരു വൃത്തിയില്ല, അദ്ദേഹം കുളിക്കാറില്ല, അദ്ദേഹത്തിന്റെ മുടി വെട്ടാറില്ല, അദ്ദേഹത്തിന് യാതൊരു വൃത്തിയുമില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അവനെ പിടിച്ചിട്ട് പറഞ്ഞു, ഈ കയ്യിലിരിക്കുന്ന വാൾ നീ കണ്ടോ? നിന്റെ തല ഞാൻ അറുത്ത് കളയുന്നതാണ്. നീ പോയി നല്ലവണ്ണം കുളിച്ച് വൃത്തിയായിട്ട് വന്നില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ പോയി നല്ലവണ്ണം കുളിച്ച് വൃത്തിയായി വരികയാണ്. അങ്ങനെ ഉമർ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ ആ മനുഷ്യനെ, അദ്ദേഹത്തെ ഉമർ ഖത്താബ് തങ്ങൾക്ക് തിരിഞ്ഞില്ല. അപ്പൊ ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ നേരത്തെ വന്ന മനുഷ്യനാണ്, വൃത്തിയില്ലാതെ വന്ന മനുഷ്യനാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉപദേശം നൽകുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ എപ്പോഴും നമ്മുടെ ശരീരവും അതുപോലെ നമ്മുടെ ഭവനങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ വൃത്തിയാക്കി സൂക്ഷിക്കപ്പെടണം. അതുപോലെ നമ്മൾ വസ്ത്രം അലക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു ദാരിദ്ര്യങ്ങളുടെ വഴികളെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. ചില വസ്ത്രത്തിന് നജസ് ഉണ്ടാകും, അല്ലേ? ചില വസ്ത്രത്തിന് നജസ് ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടി അലക്കാതെ പ്രത്യേക വെള്ളത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് കഴിവണം. അതൊക്കെ അല്ലാഹു അനുഗ്രഹങ്ങളുടെ വഴികൾ നമ്മളിലേക്ക് കടന്നു വരാൻ ഒരു കാരണമാണ്. അതുപോലെ തന്നെ ദാരിദ്ര്യം വരുന്ന മറ്റൊരു വഴിയാണ് നമ്മുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് നമ്മളെ മുഖം തുടയ്ക്കുക. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരിക്കലും നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് നമ്മൾ മുഖം തുടയ്ക്കരുത്. ദാരിദ്ര്യം കടന്നു വരുന്നൊരു വഴിയാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മഹാനായ തരവാസ്താദ് പറഞ്ഞില്ലേ, മുണ്ടിന്റെ കോന്തലയാൽ മുഖം തുടയ്ക്കല്ലേ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരിക്കലും വസ്ത്രം ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് നിങ്ങളെ മുഖം തുടക്കരുത്. ഉപ്പമാരൊക്കെ ചിലപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു തുണി എടുക്കാൻ വേണ്ടിയിട്ട് കൈയുള്ള തന്നെ ചിലപ്പോൾ ഷാളൊക്കെ പിടിച്ച് തുടയ്ക്കാറുണ്ടല്ലോ. നമ്മെ കാക്കുമാറാകട്ടെ. അത് ദാരിദ്ര്യം കടന്നു വരുന്നൊരു വഴിയാണ്. അതുകൊണ്ട് അതിനായിട്ടൊരു പ്രത്യേക ഒരു തുണി നിങ്ങൾ മാറ്റിവെക്കണം, ഒരു തോർത്ത് നിങ്ങൾ മാറ്റിവെക്കണം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് മുഖം തുടയ്ക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദാരിദ്ര്യം കടന്നു വരുന്നതാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വെക്കുക. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ ഒരിക്കലും അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് അവർ മുഖം തുടയ്ക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. മഹദിയാരാണ്? സുബ്ഹാനല്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാണ്! വലിയ അനുഗ്രഹമാണ്. മഹദി അവർകൾ ഒരിക്കലും തന്റെ വസ്ത്രം കൊണ്ട് ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് മുഖം തുടയ്ക്കുകയില്ല. ഇതൊക്കെ നമ്മൾ കുഞ്ഞിലെ തന്നെ ശീലിച്ചു വരേണ്ട കാര്യങ്ങളാണ്. അതുപോലെ അല്ലാഹു ബർക്കത്ത് നൽകപ്പെടുന്ന ഒരു വഴിയാണ്. ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി ഭാര്യ കഴിക്കുന്നത് ബർക്കത്തുള്ള ജീവിതമാണ്. ബർക്കത്തിന്റെ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന ഒരു വഴിയാണ്, അല്ലേ? ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി ഭാര്യ കഴിക്കുക എന്നുള്ളത് ബർക്കത്താ മുഅ്മിനീങ്ങളെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങനെ കഴിക്കുമായിരുന്നു. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. മാത്രമല്ല റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ പുതിയ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മറന്നുപോകുന്ന ഒരു കാര്യമാണ് ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കണം. അല്ലാഹു ബർക്കത്ത് നൽകപ്പെടുന്നതാണ്, അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഇണകളെ എല്ലാം നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ബർക്കത്ത് വരുന്ന വഴികളാ മുഅ്മിനീങ്ങളെ പറഞ്ഞത്. അല്ലാഹു സമ്പത്തിൽ ബർക്കത്ത് നൽകുന്നതാണ്, അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. മുതലിലും ശരീരത്തിലെല്ലാം അല്ലാഹു ബർക്കത്ത് നൽകപ്പെടുന്ന വഴികളാണ് ഈ പറഞ്ഞത്. പടച്ചവനെ, നീ എല്ലാ മേഖലകളിലും ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്.
ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മൾ പരസ്പരം പിണങ്ങിയിരിക്കരുത്. ഈ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. റഹ്മത്തിന്റെ മാലാഖമാർ നമ്മളെ മുസാഫഹത്ത് ചെയ്യണം മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്റൊക്കെ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നല്ല നല്ല ദിനങ്ങളാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ സാധുവായ എന്നെയും എന്റെ കുടുംബത്തെ നിങ്ങൾ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അല്ലാഹുവേ, നീ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധ റമദാൻ ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഈ സാധുക്കൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് റമദാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന റബ്ബേ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാവിധ ഖൈറുകളും നൽകണേ പടച്ചവനെ. ആപത്ത് മുസീബത്തുകളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, നീ സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ റബ്ബി റബ്ബമാ കമാ റബ്ബൂനാ സഗീറാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ലിസിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ വസായിരിൽ അഅ്മാലി സ്വാലിഹാത്തി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധ റമളാനിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ രോഗ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ പടച്ചവനെ. ഞങ്ങളുടെ ശരീരങ്ങളിൽ എന്തെല്ലാം രോഗങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലേ റബ്ബേ, അത് മുഴുവനും നീ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രിയപ്പെട്ട ഒരു പലരും മരണപ്പെട്ടു അല്ലാഹ്. അവർക്കെല്ലാം നീ മാഫ് ചെയ്യണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പലരും കടക്കാരാണ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭവനങ്ങൾ പണി നടക്കുന്ന പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളെല്ലാം അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. റബ്ബേ, പടച്ചവനെ, എത്രയോ മക്കൾ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന നീ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. റബ്ബേ, ജോലിയില്ലാത്തവർ എത്രയോ പേരുടെ ജോലി നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെല്ലാം ആഗ്രഹിച്ചതുപോലുള്ള തൊഴിലുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന്, കള്ള കേസുകളിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്കൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ പ്രിയപ്പെട്ടവർ പലരും പ്രവാസികളാണ്. സർവ്വവിധ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാഹ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ബർക്കത്ത് നൽകണേ അല്ലാഹ്. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.